ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിനു മുമ്പത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങൾക്ക് വേണ്ടി ഞാനത് ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. ആദ്യത്തെ പടം 1975 പുറത്തിറങ്ങിയ സാത്താനിക്ക പാൻഡെമോണിയമാണ്. ഒരു കന്യാസ്ത്രീ സാത്താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ സിനിമ പറയുന്നത്. വളരെയധികം സുന്ദരിയായ ഒരു കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ ലൂസിയ. അവൾ അറിയാതെ സാത്താൻ്റെ മായാവലയത്തിൽ വീണ് സാത്താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവൾക്ക് പലരുമായി ആസക്തി തോന്നുന്നു. ആ ആസക്തിയിൽ നിന്നുണ്ടാവുന്ന ചില പരിപാടികളാണ് ഈ സിനിമയിലെ കേന്ദ്ര വിഷയം. സിസീലിയ പേസറ്റ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും നഗ്നതാ പ്രദർശനമുണ്ട്. 1999 പുറത്തിറങ്ങിയ ഐസ് വൈറ്റ് ഷർട്ട് ആണ് അടുത്ത പടം. നിക്കോള കിഡ്മാൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നിക്കോള കിഡ്മാനെ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ. സൗന്ദര്യം കൊണ്ടും ശാരീരിക അഴകും കൊണ്ടും നിക്കോള കിഡ്മാൻ്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത്. ആലീസ് എന്നൊരു കഥാപാത്രത്തെയാണ് നിക്കോള കിഡ്മാൻ അവതരിപ്പിക്കുന്നത്. വളരെയധികം സുന്ദരിയാണ് ആലീസ്. അവളുടെ ഭർത്താവായ ഡോക്ടർ വില്യം ഹാർവേഡിന് അവളോട് വലിയ താല്പര്യമില്ലായിരുന്നു. ടോം ക്രൂസാണ് വില്യം ഹാർവേഡ് എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം നിക്കോള കിഡ്മാനായ ആലീസ് തൻ്റെ ഭർത്താവായ വില്യം ഹാർവേഡിനോട് പറയുന്നു തനിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന്. അത് അവനെ വളരെയധികം തളർത്തുന്നു. ഇതിനിടയിൽ ആലീസിൻ്റെ ശാരീരിക അഴക് സിനിമയിൽ മുഴുവൻ കാണിക്കുന്നു. ഒതുങ്ങിയ ശരീരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വളരെയധികം സുന്ദരിയാണ് ആലീസ്. അങ്ങനെ വില്യം ഹാർവേഡ് തൻ്റെ സങ്കടം മാറ്റാൻ വെടിശാലയിൽ പോകുന്നു. അവിടെ വെച്ച് അവനൊരു പെണ്ണിനെ കാണുന്നു. അവൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ തൻ്റെ ഭാര്യയായ ആലീസ് ആണ് എന്ന് വില്യം ഹാർവേഡിന് സംശയം ജനിക്കുന്നു. ഈ സിനിമയിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ടോം ക്രൂസിൻ്റെ പലതരം കളികൾ നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണുവാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിക്കോള കിഡ്മാനാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. നല്ല തുണ്ടുപടം തപ്പി നടക്കുന്നവർക്ക് തൻ്റെ പേഴ്സണൽ കളക്ഷനിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ പടമാണ് ഇത്. അടുത്തത് 1991 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ മെഡിറ്ററേനിയോ ആണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഇറ്റാലിയൻ പട്ടാളക്കാർ ശത്രുവിൻ്റെ കപ്പൽ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ ദ്വീപിലേക്ക് പോവുകയുണ്ടായി. ശത്രുക്കൾ ആ ഇറ്റാലിയൻ പട്ടാളക്കാരുടെ കപ്പൽ നശിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആ ഇറ്റാലിയൻ പട്ടാളക്കാർ ആ ദ്വീപിൽ ഒറ്റപ്പെടുകയായി. ഇത്രയും നാൾ അവർ വിശ്വസിച്ചിരുന്നത് ആ ദ്വീപിൽ ആരുമില്ലെന്നായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദ്വീപിലെ പ്രദേശവാസികൾ ഓരോന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പുറത്തുനിന്ന് ഒരു കൂട്ടം പട്ടാളക്കാർ വന്നതുകൊണ്ട് അവർ ശത്രുക്കളായിരിക്കുമോ എന്ന് കരുതിയാണ് അവർ പാത്തിരുന്നത്. തിരിച്ചു പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ ആ പട്ടാളക്കാർ അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിലെ ഓരോ പെൺകുട്ടികളുമായി അവർ ബന്ധപ്പെടുവാനും തുടങ്ങി. പതിയെ പതിയെ അവരുടെ പഴയ ജീവിതം മറന്നു തുടങ്ങി. കുറച്ച് കളികളും കുറച്ച് സംഭവവികാസങ്ങളും പറയുന്നതാണ് ഈ ചിത്രം. ബാക്കിയുള്ള സിനിമകളെ പോലെ തന്നെ ഈ സിനിമയിലും ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. അവർ ദ്വീപിലെത്തി പല പെൺകുട്ടികളുമായി നടത്തുന്ന കളികളാണ് മെയിൻ ഹൈലൈറ്റ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4ാമത്തെ പടത്തിനെയാണ്. ഇതൊരു കിടുപ്പടമാണ്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പടം. 1975 പുറത്തിറങ്ങിയ ദ സ്റ്റോറി ഓഫ് ഓ ആണിത്. ഫാൻറ്റസി എന്ന് വെച്ചാൽ നിങ്ങൾ
പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഈ പടം നിങ്ങൾക്ക് നൽകുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കളികളാണ് ഈ പടം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും സിനിമ മിസ് ചെയ്യരുത്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് കോരി ക്ലേറിയാണ്. അടിപൊളി ചരക്ക് നടിയാണ് കോരി ക്ലേറി. അവളുടെ പൂർണ്ണ നഗ്ന പ്രദർശനം തന്നെയുണ്ട് ഈ സിനിമയിൽ. അവളുടെ മാത്രമല്ല പലരുടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഓ എന്ന കഥാപാത്രത്തിനെയാണ് കോരിന്നി ക്ലേറി അവതരിപ്പിക്കുന്നത്. അവളെ അവളുടെ കാമുകൻ വലിയൊരു ബംഗ്ലാവിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് അവൻ പോകുന്നു. അവൾ അവിടെ പലരെയും പരിചയപ്പെടുന്നു. അങ്ങനെ അവൾ പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഓനെ പോലുള്ള പലതരം പെൺകുട്ടികളുണ്ടായിരുന്നു. അവൾ അവരെല്ലാവരുമായി ബന്ധപ്പെടുന്നു. പലതരം ലൈംഗിക വിക്രിയകൾ അടങ്ങിയ ഒരു പടമാണിത്. കളിയാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വേറെ ഒന്നും തന്നെ ഇല്ല ഇതിൽ. അടുത്തത് 1998 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ഫ്രീവിയസ് ലോലയാണ്. ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ടിൻഡോ ബ്രാസ് ആണ്. അതുകൊണ്ട് ഈ സിനിമയിലെ കാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അല്ലേ? അന്ന അമിറാറ്റി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ലോല മസെട്ടോ എന്നീ പേരുള്ള 2 കമിതാക്കൾക്കിടയിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. അതീവ കഴപ്പ് പിടിച്ച പെൺകുട്ടിയായിരുന്നു ലോല. അവളുടെ സെക്സ്വൽ എക്സ്പ്ലോറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ പറയാം. ലോലയ്ക്ക് ഇപ്പോൾ കളി വേണം. എന്നാൽ മസെട്ടോ ആവട്ടെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ കളി കൊടുക്കൂ. അതുകൊണ്ട് തന്നെ കളിക്ക് വേണ്ടി പലരെയും വശീകരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആയിട്ടാണ് ലോലേനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ഇൻസിസ്റ്റ് രംഗങ്ങളും ഈ സിനിമ കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ എല്ലാം കാണിച്ചുകൊണ്ട് എല്ലാവരെയും വശീകരിക്കുന്ന രീതിയിൽ സൈക്കിളിൽ ചവിട്ടുന്ന ലോലേനെ കാണിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അതേപോലുള്ള ചില വർണ്ണാഭമായ കാഴ്ചകളാണ് ടിൻഡോ ബ്രാസ് കാഴ്ചക്കാർക്ക് മുന്നിൽ എത്തിക്കുന്നത്. സിനിമയുടെ അവസാനം ലോലയുടെയും മസോട്ടോയുടെയും കല്യാണം കഴിയുന്നു. എന്നിട്ടും മതി വരാത്ത ലോല മറ്റു പലരുമായി പരിപാടികൾ നടത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പുതുപുത്തൻ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.